പിങ്കിൻസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് പള്ളിയിൽ പോകണം കേട്ടോ. പള്ളിയിൽ പോകുന്നതിന് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, നാട്ടിലാണെങ്കിലും എല്ലാ ആഴ്ചയൊന്നും പോയി കൂടിയില്ലെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ എന്താ പറയുന്നത്, നമ്മളൊരു കുർബാനയൊക്കെ കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോകുന്ന വഴിക്ക് മേഡത്തിനെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാനായിരുന്നു. അപ്പോൾ മേഡത്തിനെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് കയറി പോവാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു മുരിങ്ങയുടെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു. കാരണം മുരിങ്ങ കണ്ടപ്പോൾ ഒരു സന്തോഷം. എനിക്ക് എന്ത് കാര്യങ്ങൾ കണ്ടാലും നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങ് വെറുതെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. 7 മണിയായപ്പോൾ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ, ട്രാഫിക്ക് കാരണം കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലത്തെ കുർബാന മിസ്സായിപ്പോയി. ഞാൻ വിചാരിച്ച ഒരു 7 മണിക്കൊക്കെ എന്താ പറയുന്നത്, 7 മണിക്ക് ഇറങ്ങിയ 7:30 ആകുമ്പോഴത്തേക്ക് എത്താം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒത്തിരി താമസിച്ചു. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു 8:15 ആയി. പള്ളി ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഇവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണേലും ഞാൻ പോകുന്ന വഴിക്ക് എന്നോട് ഡ്രൈവർ പറഞ്ഞു, ഇവിടെ വന്നാണ് മാമയും ബാവയൊക്കെ എന്താ പറയുന്നത് മീൻ മേടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ ജസ്റ്റ് അങ്ങ് പോയപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുമ്പം റോഡിൻ്റെ 2 സൈഡിലെ വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുന്നത് വീഡിയോ ആയിട്ട് എടുക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുന്നത് പള്ളിയിലെത്തിയപ്പോഴത്തേക്ക് 8:30 മണി കഴിഞ്ഞു. 8:30 കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ 10 മണിക്കായിരുന്നു കുർബാന. അങ്ങനെ ഡ്രൈവർ എനിക്ക് 8-ൻ്റെ പണി തന്നു. പള്ളിയുടെ അവിടെ നിന്ന് കുറേ ദൂരം അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തി. കാരണം ഹിന്ദിക്കാരനാണേ. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനോട് ദേഷ്യപ്പെടാറുണ്ട്. എന്താണേലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ആ വഴി കണ്ട ആൾക്കാരോടൊക്കെ ചോദിച്ച് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി പോന്നു കേട്ടോ. അങ്ങനെ പള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പള്ളിക്കകത്തും പുറത്തൊക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും വന്നതും താമസിച്ചൊക്കെയാണ് ഞാൻ നേരത്തെ പോയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഈസ്റ്റർ ദിവസം ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് എനിക്കൊരു ഫുള്ള് കുർബാന കൂടാൻ പറ്റിയത്. കാരണം നമ്മൾ നാട്ടിലുള്ളപ്പോഴേ നമ്മൾ എല്ലാ ദിവസമൊന്നും കൂടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ ഒന്ന് പോയി കുർബാന കൂടുന്ന മനസ്സിനൊരു സമാധാനം, ഒരു വലിയൊരു ഭാരം ഇറക്കി വെക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഫീലിംഗ് അല്ല, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് മറ്റുള്ളവരെ ഞാനൊരു ഇതാക്കി പറഞ്ഞതല്ല. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി. അപ്പോൾ പള്ളിയിലെത്തി പള്ളി നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. ഈ ബെഞ്ചൊക്കെ ഒരു 2, 3, 4, 5 പന്തികളുണ്ട്. പക്ഷേ അതൊക്കെ നിറഞ്ഞും പള്ളിക്കകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഫ്ലോറിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരും പിള്ളേരും ഭയങ്കരമായിട്ട്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് കുർബാന കൂടിയപ്പോൾ സത്യമായിട്ട് നമ്മുടെ നാടും വീടും ഒക്കെ വിട്ടു പോകുന്നൊരു ഇതേ ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള പാട്ടും കുർബാനയൊക്കെ കൂടുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പം അതുകൊണ്ട് കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെയിലായി. 12:30 സമയം എടുത്തു. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ, കണ്ണ് പോലും തുറക്കാൻ പറ്റത്തില്ലാത്ത വെയിലായിരുന്നു മക്കളെ, ഒന്നും പറയണ്ട. എന്താണേലും ഇന്നത്തെ ദിവസം ഫുള്ളും ലീവായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പതിയെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു. ആരും തന്നെ അങ്ങനെ എന്താ പറയുന്നത് ആരുടെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്താ പറയുന്നത് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ ഇതുപോലെ കുറേ നേരം എന്താ പറയുന്നത് പള്ളിയിലേക്ക് ഞാൻ വന്ന് കയറിയത് സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയായിരുന്നു വന്ന് കയറിയത്. അപ്പോൾ അതുകൊണ്ട് മെയിൻ ഗേറ്റും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാണ് ഞാൻ കാണുന്നത്. ജസ്റ്റ് അതിലെ കാറിൽ പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അപ്പം എന്താ പറയുന്നത് പിന്നെ അവിടുന്ന് ചെറിയൊരു ഷോർട്ട് കട്ട്, അവിടുന്ന് നമ്മൾക്ക് റോഡിൽ കൂടെ നടന്നപ്പോഴത്തേക്കും ഭയങ്കര റോഡിൻ്റെയും കൂടെ ചൂടടിച്ചപ്പോഴത്തേക്കും പൊള്ളി പോകുന്ന പോലെ തോന്നുമായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടിൽ കൂടെ കയറി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എവിടുന്നേലും നമ്മുടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു കേരള വിഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ കൂടുതലൊന്നും പോകാനും വരാനും ഒന്നും നടക്കാനും ഒന്നും വയ്യാത്തത് കൊണ്ട് അവിടെ നിന്ന് കിട്ടിയ സ്ഥലത്തു നിന്ന് കയറി കഴിച്ചു. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, എന്നാലും കഴിച്ചു. എനിക്ക് നമ്മുടെ എന്താ പറയുന്നത് കുത്തിരി റൈസ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ബസ്സിന് പോകണോ അതോ ടാക്സിക്ക് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. എന്താണേലും ബസ് കിട്ടിയില്ല. ടാക്സിക്ക് തന്നെ കയറി ഞാൻ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഓക്കേ.